അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള ലിസാൻ എന്ന വിഷയത്തിൻ്റെ മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ ഉത്തരങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കണ്ടാൽ വിജയം ഉറപ്പാണ്. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം ന്യൂസിൽ ബിൽ മുനാസിബി. ഇവിടെ 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആ സെൻറ്റൻസിനൊക്കെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം മുകളിൽ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനേ ഉള്ളൂ. 5 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തത് അൽ ബനാത്തു ഡാഷ് അൽ ഹലീബ്. അൽ ബനാത്തു ഡാഷ് അൽ ഹലീബ്. ഇവിടെ ബനാത്ത് ആയതുകൊണ്ട് അത് ജം ആണ്. അപ്പോൾ ഒരു ജം ആയ മറ്റൊരു പദമായിരിക്കും അതിൻ്റെ അടുത്ത് വരിക. അപ്പോൾ ഹലീബ് എന്ന് പറഞ്ഞാൽ പാലാണ്. അപ്പോൾ എന്തായിരിക്കും? ഷെരിബ്ന. ഷെരിബ, ഷെരിബ, ഷെരിബു, ഷെരിബത്ത്, ഷെരിബത്ത, ഷെരിബ്ന. ഇത് സ്ത്രീകളാണല്ലോ, അതുകൊണ്ടാണ് ഷെരിബ്ന വരുന്നത്. ഷെരിബത്ത്, ഷെരിബത്ത, ഷെരിബ്ന. ഇതൊരു ജം ആയതാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. മുഫ്രദായ പദമാണ് ആദ്യം വരുന്നതെങ്കിൽ അതിൻ്റെ രണ്ടാമത് വരുന്നതും മുഫ്രദായ പദമായിരിക്കും. ആദ്യം വന്നത് മുസന്നയാണെങ്കിൽ രണ്ടാമത് വരുന്നത് മുസന്നയായിരിക്കും. ആദ്യം വരുന്നത് ജം ആണെങ്കിൽ രണ്ടാമത് വരുന്നത് ജം ആയിരിക്കും. അതാണിപ്പോൾ ഇവിടെ അൽ ബനാത്തു എന്നതിൽ ഷെരിബ്ന വരാൻ കാരണം. അവിടെ ബിൻത്ത് എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ അവിടെ ഷെരിബത്ത് എന്നായിരുന്നു വരിക, മുഫ്രദായിരുന്നു വരിക. പക്ഷേ ബനാത്ത് എന്ന് പറയുമ്പോൾ അത് ജം ആണ്. അപ്പോൾ അവിടെ ഷെരിബ്ന ജം ആണ് വരിക. രണ്ടാമത്തത് അത്വാലിബൂന ഡാഷ് അൽഹർ. ഇവിടെയും ജം ആണ്. അത്വാലിബൂന, ത്വാലിബ്, ത്വാലിബ, ത്വാലിബൂന. ഇവിടെ ഈ ത്വാലിബൂന എന്ന ജം ആയതുകൊണ്ട് ഒരു ജം ആയതായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ അൽഹർ, ലുഹർ നിസ്കാരം, നിസ്കരിച്ചു എന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനാവും. സ്വല്ലവ് എന്നതാണ്. സ്വല്ല, സ്വല്ല, സ്വല്ലവ്. സ്വല്ല എന്നതിൻ്റെ ജം ആണ് സ്വല്ലവ്. അപ്പോൾ ആ ത്വാലിബൂന സ്വല്ലവ് അൽലുഹർ. മൂന്നാമത്തത് അൽ അബു ഡാഷ് അൽ ജരീദ. ഇവിടെ മുഫ്രദാണ്. അപ്പോൾ ഒരു മുഫ്രദ് ആയതായിരിക്കും വരിക. അൽ അബു ഉപ്പ, അൽ ജരീദ പത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാവും പത്രം എന്തായിരിക്കും? വായിച്ചു എന്നാണ്. അപ്പോൾ യഖ്റഉ, യഖ്റഉ ആണ് വരിക. അവിടെ ഇനി ഒരു മുസന്നയായ പദമാണ് വരുന്നതെങ്കിൽ അവിടെ യഖ്റാനി എന്നാണ് വരിക. ഇനി ജം ആയ ഒരു പദമാണെങ്കിൽ യഖ്റഊന എന്നാണ് വരിക. ഇവിടെ മുഫ്രദ് ആയതുകൊണ്ട് യഖ്റഉ എന്ന് വന്നു. നാലാമത്തത് ജുനൈദും വ നബീലുൻ ഡാഷ് അൽ അസ്നാത്ത്. ജുനൈദും നബീലും അൽ അസ്നാൻ പല്ലുകൾ എന്തായിരിക്കും? വൃത്തിയാക്കി. ഇവിടെ ജുനൈദും വ നബീലും എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുണ്ട്, മുസന്നയാണത്. അപ്പോൾ ഒരു മുസന്നയായ പദമായിരിക്കും അവിടെ വരിക. അപ്പോൾ ഇതിൽ മുസന്നയായ പദം ഏതാണ്? യുനല്ലിഫാനി. അവർ വൃത്തിയാക്കും, അവർ രണ്ടുപേരും വൃത്തിയാക്കും. അൽ അസ്നാൻ പല്ലുകളെ. ജുനൈദും വ നബീലുൻ യുനല്ലിഫാനി അൽ അസ്നാൻ. അഞ്ചാമത്തത് ഡാഷ് ഫിഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ സിനീൻ. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു സെൻറ്റൻസാണിത്. അവിടെ വിട്ടുപോയ ഭാഗം ആഷയാണ്. ആഷ ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം ജീവിച്ചു എന്നതാണ്. ഈ ഒരു സെൻറ്റൻസ്, ഈ 5ാമത്തെ സെൻറ്റൻസ് കൂടുതൽ പരീക്ഷ പേപ്പറുകളിലും വരുന്നതാണ്. ഈ ഒരു സെൻറ്റൻസ് പരീക്ഷയിൽ സാധ്യതയുള്ളതാണ്. രണ്ടാമത്തെ പ്രവർത്തനം നഹ്താറു അസ്സഹിയ വ നക്തുബു. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്.
ഇവിടെ 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അവിടെ വരുന്ന പദം ഏതാണെന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇവിടെ ഓരോ സെൻറ്റൻസിനും ബ്രാക്കറ്റിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലേതോ ഒന്നാണ് ശരിയായത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹാമിദുൻ വ ഖാലിദുൻ ഡാഷ് ഫിസ്സഫിൽ ഹാമിസ്. ഹാമിദും ഖാലിദും ഡാഷ് ഫിസ്സഫിൽ ഹാമിസ്. 5-ാം ക്ലാസ്സിൽ. തക്തുബാനി യദുറുസാനി എന്നാണ് ഓപ്ഷനുകളുള്ളത്. തക്തുബാനി എന്ന് പറഞ്ഞാൽ അവർ 2 സ്ത്രീകൾ എഴുതി എന്നാണ്. ഇവിടെ സ്ത്രീകളല്ല, ഹാമിദു ഹാലിദു ആണ്, പുരുഷന്മാരാണ്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? യദുറുസാനി, അവർ 2 പുരുഷന്മാർ പഠിക്കുന്നത്. ഹാമിദു വ ഹാലിദ് യദുറുസാനി ഫിൽ ഹാമിസ് എന്നതാണ് ശരിയായത്. രണ്ടാമത്തത് ഡാഷ് അൽ മുസാഫിർ ഇല ദുബായ്. മുസാഫിർ ദുബായിലേക്ക്. അവിടെ ഓപ്ഷനിലുള്ളത് സഹബ സല്ലമ, സഹബ പോയി, സല്ലമ സലാം പറഞ്ഞു. ഇവിടെ ദുബായിലേക്ക് യാത്രക്കാരൻ എന്തായിരിക്കും? പോയി എന്നാണല്ലേ വരിക. അപ്പോൾ സഹബൽ മുസാഫിറു ഇല ദുബായ്. മൂന്നാമത്തത് ഡാഷ് അൽ ഉമ്മു കബല ഫജർ യഖില യഖിലത്തി. അപ്പോൾ ഇവിടെ സുബഹിയുടെ മുമ്പ് ഉമ്മ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ എന്തായിരിക്കും എന്നാണ്. യഖില, യഖില എന്താണ്? മുസക്കറാണ്, അതൊരു പുരുഷന് വരുന്നതാണ്. അപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ രണ്ടാമത്തതാണ് ശരിയായി വരിക. താ ഉള്ളതും ഒക്കെ മുഅന്നസാണ് വരിക. യാ ഉള്ളത് മുസക്കറും. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതുപോലെ അവസാനം താ വരുന്നതും മുഅന്നസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ യഖിലത്തി. അതുപോലെ കതബ്തി, തദ്റുസു ആദ്യത്തിലാണ് താ വരുന്നത്. ഇതൊക്കെ മുഅന്നസാണ്. താ ഫസ്റ്റും ലാസ്റ്റും വരുന്നതൊക്കെ മുഅന്നസാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായി വായിക്കുമ്പോൾ യഖിലത്തിൽ ഉമ്മു കബലൽ ഫജ്രി, ഉമ്മ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റു. നാലാമത്തത് അൽ മുസ്ലിമൂന ഡാഷ് ഇലൽ മസ്ജിദ്. മുസ്ലിങ്ങൾ പള്ളിയിലേക്ക്. ഇവിടെ അൽ മുസ്ലിമൂന എന്നത് ഒരു ജംആയ പദമാണ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് യസ്ഹബാനി യസ്ഹബൂന. യസ്ഹബാനി എന്നത് അവർ 2 പുരുഷന്മാർ പോകും എന്നതാണ്. ഇവിടെ 2 പുരുഷന്മാരല്ല, ജംആണ്. യസ്ഹബാനി എന്നത് മുസന്നയാണ്, 2 പുരുഷന്മാരാണ്. അപ്പോൾ അത് ശരിയായ ഉത്തരം യസ്ഹബൂന എന്നതാണ്. യസ്ഹബൂന അതൊരു ജംആയ പദമാണ്. അവർ കുറേ പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി എന്നതാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം. അൽ മുസ്ലിമൂന യസ്ഹബൂന ഇലൽ മസ്ജിദ്. അഞ്ചാമത്തത് ഹൽ ഡാഷ് അൽ ഫത്തൂർ തനാവൽത്തും തആമൽത്തും. ഇവിടെ നമ്മൾ അർത്ഥം നോക്കിയിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും? ഇവിടെ തനാവൽത്തും തആമൽത്തും. ഇതിൽ ശരിയായത് തനാവൽത്തും എന്നതാണ്. നിങ്ങൾ കഴിച്ചോ എന്നതാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ചോ എന്നാണ് തനാവൽത്തും. തനാവൽത്തുമാണ് ഇവിടെ ശരിയായത്. അൽ തനാവൽത്തും അൽ ഫത്തൂർ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുസരിഫു, നമുക്ക് സർഫാക്കാം. ഇവിടെ 4 പദങ്ങളാണ് ഉള്ളത്. ഈ സർഫാക്കാം എന്ന ഒരു പ്രവർത്തനം പരീക്ഷ പേപ്പറിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തായാലും സർഫാക്കാൻ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് അസ്ലമ അസ്ലമ. ഇവിടെ നമുക്ക് മാലിയും മുലാരിയും തെറ്റി പോരുത്. സർഫാക്കുമ്പോൾ അസ്ലമ അസ്ലമ. മുലാരീൻ്റെ സർഫാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ താ ഉണ്ടാകും, അല്ലെങ്കിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഉണ്ടാവും ഫസ്റ്റിൽ. മറ്റേ മാലിൻ്റെതാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് രണ്ടും മാറിപ്പോവാതെ വേണം സർഫാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇവിടെ മാലിയാണ് ഇപ്പോൾ പറയുന്നത്. അസ്ലമ അസ്ലമ ഡാഷ് 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 അസ്ലംന. നമ്മൾ ഈ അവസാനത്തതൊക്കെ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അതായത് ഇവിടെ മുഴുവനായിട്ട് സർഫാക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കുറച്ച് ഭാഗം വരെ സർഫാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അസ്ലംന വരെ, അതായത് ഒരു 6 എണ്ണമായി മാത്രമേ അവിടെ വരികയുള്ളൂ.
അപ്പോൾ അസ്ലമ, അസ്ലമ, അസ്ലമു, അസ്ലമത്ത്, അസ്ലമത, അസ്ലംന. മുസക്കറും മുഅന്നസും അൽ ആയിബിൽ മുസക്കറും മുഅന്നസും മാത്രമേ ഇവിടെ സർഫാക്കാൻ തന്നിട്ടുള്ളൂ. രണ്ടാമത്തത് സഹബത്ത്, സഹബ്തുമ, ഡാഷ് 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 സഹബ്തുന്ന. സഹബത്ത്, സഹബ്തുമ, സഹബ്തും, സഹബ്തി, സഹബ്തുമ, സഹബ്തുന്ന. അതാണ് അവിടെ വരിക. ഇത് സർഫാക്കണേൻ്റെ ഒരു നടുഭാഗം മുതലുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ കൊടുക്കണമെന്നില്ല. സഹബത്ത്, സഹബ്തുമ, സഹബ്തും, സഹബ്തി, സഹബ്തുമ, സഹബ്തുന്ന. അതാണ് ഇവിടെ വരിക. മൂന്നാമത്തത് യക്തുബു, യക്തുബാനി, ഡാഷ് 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 യക്തുബന. ഇപ്പോൾ ഇവിടെ കൊടുത്തത് മുലാരിയാണ്. യക്തുബ്, യക്തുബാനി, ഡാഷ് 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 യക്തുബന. അപ്പോൾ മുലാരിയും മാലിയും തെറ്റിപ്പോകാൻ പാടില്ല. യക്തുബു, യക്തുബാനി, യക്തുബുന. തക്തുബു, തക്തുബാനി, യക്തുബുന. അടുത്തത് തജ്ലിസു, തജ്ലിസാനി, ഡാഷ് 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 തജ്ലിസ്ന. ഇവിടെ ആ സർഫാക്കുന്നതിൻ്റെ ഒരു നടുഭാഗം മുതലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് യജ്ലിസു എന്ന് തുടങ്ങുന്ന ആ സർഫാക്കുന്ന രൂപമാണ്. അതിൻ്റെ നടുഭാഗത്തു നിന്നാണ് ചോദിച്ചത്. ഇവിടെ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തജ്ലിസു, തജ്ലിസാനി, തജ്ലിസൂന, തജ്ലിസീന, തജ്ലിസാനി, തജ്ലിസ്ന എന്നാണ് വരിക. ഇപ്പോൾ ഇത് തുടങ്ങുന്നത് യജ്ലിസു എന്നാണ് ഈ സർഫാക്കൽ തുടങ്ങുന്നത്. നാലാമത്തെ പ്രവർത്തനം നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ മാലി ആണോ മുലാരി ആണോ ആയിട്ട് വേർതിരിച്ച് എഴുതാനാണ്. മാലി ആണെങ്കിൽ ആ 1 നമ്പറുള്ള അവിടെ എഴുതുക. മുലാരി ആണെങ്കിൽ മുലാരി എന്നതിലുള്ള സ്ഥലത്ത് എഴുതുക. ഒന്നാമത്തെ വാക്ക് കതബ. അത് നമുക്കറിയാം, വളരെ എളുപ്പമുള്ളതാണ്. കാരണം അത് മാലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആദ്യത്തിൽ യായോ തായോ ആയോ അല്ല. അതുപോലെ കത്തബ, കത്തബ, കത്തബു അങ്ങനെ തുടരുന്ന ആ സർഫ് ആക്കുന്നതിനിടയിലുള്ള ഒരിതാണ് കത്തബ. അത് മാലിയാണ് എന്ന് നമുക്കറിയാം. അത് വളരെ എളുപ്പമുള്ളതാണ്. അടുത്തത് യകൂനൂന. ഇത് നമുക്കറിയാം, ആദ്യത്തിൽ യാ വന്നതുകൊണ്ട് അത് മുലാരിയാണ്. രണ്ടാമത്തത് റഔ. ഇത് ആദ്യത്തിൽ യായോ തായോ ആയോ അല്ലാത്തതുകൊണ്ട് മാലിയാണ്. റഔ. നാലാമത്തത് സല്ലമ. സല്ലമ മാലിയാണ്. 5 യദ്റുസാനി. അവിടെ യാവുന്നത് കൊണ്ട് അത് മുലാരിയാണ്. 6 ഹാജറ. ഹാജറ അത് മാലിയാണ്. അടുത്തത് തഅല്ലമ. ഇത് മുലാരി ആണെന്ന് നമ്മൾ വിചാരിക്കും താ വന്നതുകൊണ്ട്. പക്ഷേ ഇത് മുലാരി അല്ല. കാരണം ഇത് സെർഫാക്കുന്നതിനിടയിലുള്ളതല്ല. അല്ലമയുടെ സെർഫാക്കുന്നതിനിടയിലുള്ള വേറൊരു വാക്ക് തന്നെയാണ്. തഅല്ലമ എന്നൊരു വാക്ക് തന്നെയാണിത്. അപ്പോൾ ഇത് സെർഫാക്കുന്നതിനിടയിലുള്ള ഒരു വാക്ക് അല്ല ഇത്. അതായത് അല്ലമ എന്ന വാക്ക് സർഫാക്കുന്നതിനിടയിലുള്ളതല്ല ഈ തഅല്ലമ. ഇത് വേറൊരു വാക്ക് തന്നെയാണ്. വേറെ ഇപ്പോൾ നമ്മൾ കതബ എന്ന് പറയുന്ന പോലെയുള്ളൊരു വാക്കാണ് തഅല്ലമ. അപ്പോൾ അത് മാലിയിലാണ് വരിക. അടുത്തത് നക്തുബു. അത് നമുക്ക് ആദ്യം നാ വന്നതുകൊണ്ട് നമുക്ക് മുലാരി ആണെന്നറിയാം. ആദ്യത്തിൽ യാ, നാ, ആ, ത ഇതൊക്കെ വരുന്നത് മുലാരിയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അഞ്ചാമത്തെ പ്രവർത്തനം നുതമ്മിമു. നമുക്ക് പൂരിപ്പിക്കാം. ഇവിടെ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കി എഴുതാനാണ്. ഒന്നാമത്തത് ജിത്ത് ഷറഫ്തൽ മദീന മർഹബൻ ഡാഷ്. അവിടെ വിട്ടുപോയത് എഴുതാനാണ്. അവിടെ വിട്ടുപോയത് മർഹബൻ യാ ഹൈറദായി എന്നതാണ്. 1-ാം പാഠത്തിലുള്ള ബൈത്തിൽ നിന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജിത്ത് ഷറഫ്തൽ മദീന മർഹബൻ യാ ഹൈറദായി. രണ്ടാമത്തത് ഹറജ തഅല്ലമ ഹാസി അഫ്ആൽ ഡാഷ്. അവിടെ വിട്ടുപോയത് മാലിയത്തുൻ എന്നതാണ്. അഫ്ആലുൻ മാലിയത്തുൻ എന്നതാണ്. ഹറജ തഅല്ലമ ഹാദിൽ അഫ്ആലു മാലിയത്തുൻ. ഇത് നമുക്ക് 2-ാം പാഠത്തിൻ്റെ തദ്രീബാത്തിൽ കാണാൻ കഴിയും. മൂന്നാമത്തത് കാന ഇസ്മുൽ മദീന
കബില ഹിജ്റ ഡാഷ്. അവിടെ വിട്ടുപോയത് യസ്രിബ് എന്നാണ്. കാന ഇസ്മുൽ മദീന കബില ഹിജ്റത്തി യസ്രിബ് എന്നതാണ്. ഇത് നമുക്ക് 5-ാം പാഠത്തിൽ അമ്മത്തിൽ ഉമ്മു എന്ന 5-ാം പാഠത്തിൻ്റെ തദ്രീബാത്തിൽ കാണാൻ കഴിയും. 4-ാമത്തത് ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഅർ ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം സംസം എന്നതാണ്. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഅർ സംസം. ഇതും 2-ാം പാഠത്തിൻ്റെ തദ്രീബാത്തിലുള്ളതാണിത്. ഈ ഒരു പ്രവർത്തനം നേരിടാൻ നമ്മൾ പാഠവും ആ പാഠത്തിൻ്റെ തദ്രീബാത്തും മുഴുവനായിട്ട് വായിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പൂരിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് മുഴുവനായിട്ട് എഴുതാൻ കഴിയുകയുള്ളൂ. 5-ാമത്തെ പ്രവർത്തനം നുഅരിബു, നമുക്ക് അറബിയിലാക്കാം. ഇവിടെ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അറബി മലയാളത്തിലാണ്. അത് നമുക്ക് അറബിയിലാക്കുകയാണ് വേണ്ടത്. 1-ാമത്തത് ഞാൻ ഹോംവർക്ക് എഴുതി. ഞാൻ ഹോംവർക്ക് എഴുതി എന്നതിൻ്റെ അറബി എഴുതാനാണ്. അതിൻ്റെ അറബി കതബ്തുൽ അൽ വാജിബാത്തുൽ മൻസിലിയ എന്നാണ്. ഇത് 6-ാം പാഠത്തിൻ്റെ തദ്രീബാത്തിലുള്ളതാണ്. കതബ്തു അൽ വാജിബാത്തുൽ മൻസിലിയ. അപ്പോൾ ഇവിടെ കതബ്തു എന്നതിൻ്റെ അർത്ഥം ഞാൻ എഴുതി എന്നാണ്. നമുക്ക് സർഫാക്കുമ്പോൾ അവസാനം കാണാൻ കഴിയും, മുത്തക്കല്ലിമിൽ കാണാൻ കഴിയും. കതബ്തു ഞാൻ എഴുതി, കതബ്ന നമ്മൾ എഴുതി, ഞങ്ങൾ എഴുതി, അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അന കതബ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. കതബ്തു എന്ന് തന്നെ എഴുതണം. കതബ്തു അൽ വാജിബാത്തുൽ മൻസിലിയ. 2-ാമത്തത് വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോയി. വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോയി എന്നതിൻ്റെ അറബി എഴുതാനാണ്. അതിൻ്റെ അറബി അദ്ദാരിസു യസ്ഹബു ഇലൽ മദ്രസ എന്നാണ് വരിക. കാരണം ഇവിടെ പോയി എന്നതാണ്. പോയി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതാണ്, അപ്പോൾ അത് മാലിയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ, അത് കുറേ പേരുണ്ടല്ലോ, വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞത്, അപ്പോൾ കുറേ പേര്. അപ്പോൾ അദ്ദാരിസു സഹബു ഇലൽ മദ്രസ. ഇവിടെ സഹബു എന്നാവണമെങ്കിൽ മുമ്പിൽ ദാരിസു എന്നാവണം. അപ്പോൾ ദാരിസു സഹബു ഇലൽ മദ്രസ. അടുത്ത പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ് നുതർജിമു, നമുക്ക് തർജ്ജമ ചെയ്യാം. ഇവിടെ 2 അറബിയിലുള്ള സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് അറബി മലയാളത്തിലേക്കാക്കി എഴുതാനാണ്. 1-ാമത്തത് ഹൽ ഖറഅതുമ ജരീദത്തൽ യൗം. ഹൽ ഖറഅതുമ ജരീദത്തൽ യൗം. അതിൻ്റെ അറബി മലയാളം എഴുതാനാണ്. അതിൻ്റെ മലയാളം നിങ്ങൾ 2 പേരും ഇന്നത്തെ പത്രം വായിച്ചോ. ഹൽ ഖറഅതുമ നിങ്ങൾ 2 പേരും ജരീദത്തൽ യൗം ഇന്നത്തെ ദിനപത്രം വായിച്ചോ. ഇതാണ് അതിൻ്റെ മലയാളം. അത് അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. 2-ാമത്തത് യൽബസു നൗഫൽ ബിസിലത്തുർ റസ്മിയ. യൽബസു നൗഫൽ ബിസിലത്തുർ റസ്മിയ. ബിസിലത്തുർ റസ്മിയ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ്. യൽബസു ധരിക്കും, അവൻ ധരിക്കും. നൗഫൽ, അപ്പോൾ നൗഫൽ യൂണിഫോം ധരിക്കും എന്നതാണ് ഇതിൻ്റെ മലയാളം. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഇതോടുകൂടി 5-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള മാതൃകാ ചോദ്യപേപ്പർ ചർച്ച ചെയ്യുന്ന വീഡിയോ അവസാനിച്ചു. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.